കേരളത്തിൽ റേഷൻ കാർഡുകൾക്ക് ഒരു സുപ്രധാന മാറ്റം വരാൻ പോവുകയാണ്. ഇനി ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങാം. അത് എങ്ങനെ എന്നുള്ളത് ഞാൻ വിശദീകരിച്ചു തരാം. മുൻപ് റേഷൻ സാധനങ്ങൾ വാങ്ങാൻ റേഷൻ കാർഡ് തന്നെ കൈവശം വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ പുതിയ സംവിധാനം നടപ്പാക്കിയിരിക്കുന്നു. ആധാർ കാർഡ് ഉപയോഗിച്ച് നേരിട്ട് റേഷൻ സാധനങ്ങൾ വാങ്ങാം. പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. പുതിയ സംവിധാനത്തിൽ ആധാർ കാർഡ് നിങ്ങളുടെ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്താൽ അത് മതിയാകും. അപ്പോൾ കാർഡ് വീട്ടിൽ മറന്നുപോയാലും ആധാർ കാർഡ് കാണിച്ചാൽ സാധനങ്ങൾ വാങ്ങാം. ഇത് പ്രധാനമായും വൺ നാഷൻ വൺ റേഷൻ കാർഡ് പദ്ധതിയുമായിട്ടുള്ള ഭാഗം. ആർക്കൊക്കെ ഇത് പ്രയോജനപ്പെടും എന്നത് നോക്കാം. നോൺ റെസിഡൻറ്റ് കുടുംബാംഗങ്ങൾ, ജോലി ചെയ്യാൻ മറ്റിടങ്ങളിലേക്ക് പോയവർ, അല്ലെങ്കിൽ കാർഡ് വീട്ടിലുള്ളവർ, എല്ലാവർക്കും ഇത് വലിയ സൗകര്യം. കൂടാതെ വ്യാജമായി കാർഡ് ഉപയോഗിക്കുന്നത് തടയാനും ഈ സംവിധാനം എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു തരാം. നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത് ഇല്ലെങ്കിൽ സമീപത്തെ റേഷൻ ഓഫീസിലോ സിവിൽ സപ്ലൈ വെബ്സൈറ്റിലോ ലിങ്ക് ചെയ്യാം. പിന്നീട് ആധാർ കാർഡ് കാണിച്ച് സാധനങ്ങൾ എടുക്കാൻ വളരെ എളുപ്പമാണ്. നവംബർ മുതൽ ആധാർ കാർഡിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ആ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ അഡ്രസ്സ് ചേർക്കാനും മൊബൈൽ നമ്പർ ചേർക്കാനൊക്കെ ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ചേർക്കാൻ സാധിക്കും. ഇത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കാം. UIDAI പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്വയം ഓൺലൈനായി മൊബൈൽ നമ്പർ, അഡ്രസ്സ്, മറ്റു വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അധികാരികളോട് നേരിട്ട് പോകേണ്ടതില്ല. വെറും ആധാർ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലൂടെ തന്നെ ഈ പ്രക്രിയ ചെയ്യാനും സാധിക്കും. പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം. അല്ലെങ്കിൽ 2026 ജനുവരി 1 കൂടിയിട്ട് നിങ്ങളെ പാൻ കാർഡ് അസാധുവാകും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ന്യൂസാണ്. ഇത് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്ന ഒരു മാറ്റം തന്നെയാണ്. ഇതുപോലെയുള്ള സർക്കാർ തലത്തിലുള്ള മാറ്റങ്ങൾ അറിയുവാൻ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അമർത്തുക. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട്. ബൈ.